LDFിലുള്ള നമ്മുടെ ജോസ് കെ മാണി ഹാപ്പിയാണോ? ഹാപ്പിയാണെന്ന് ജോസ് കെ മാണി പറയുന്നു. തൂവെള്ള വസ്ത്രമൊക്കെ ധരിച്ചു നിൽക്കുമ്പോൾ അദ്ദേഹം ഹാപ്പി ആയിട്ടല്ലേ നമുക്ക് തോന്നത്തുള്ളൂ. ഇപ്പോൾ അദ്ദേഹം എന്നും രാവിലെ പറയുന്നുണ്ട്, ഞങ്ങൾ ഹാപ്പിയാണ്. ഈ തുടർച്ചയായിട്ട് ഒരാൾ അങ്ങനെ പറയുമ്പോൾ നമ്മളത് നിരീക്ഷിക്കണം. അല്ലെ പിന്നെ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഹാപ്പിയാണ്, ഞങ്ങളുടെ പാർട്ടി ഹാപ്പിയാണെന്നൊക്കെ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അതും എൽ ഡി എഫിലെ ഒരു ഘടകകക്ഷികൾ ഇന്നേ വരെ ഹാപ്പിയാണെന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല. കുഴപ്പമില്ല എന്ന് പറയും, അവിടെ ചവിട്ടി തേച്ച് അരച്ചിട്ടിരിക്കുകയായിരിക്കും. AKE സെൻറ്ററിൻ്റെ തൊഴുത്തിനകത്താണ്. നമ്മുടെ CPIയുടെ കാര്യം അറിയാമല്ലോ, എത്ര പ്രഗത്ഭ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന ഇടമാണ്. അതിനെ അവിടെ AKE സെൻറ്ററിൻ്റെ ചാണകക്കുഴിയിലിട്ടിരിക്കുകയാണ്. എല്ലാ സഖാക്കന്മാരും കയറി നിരങ്ങുകയാണ്. ജോസ് കെ മാണി വിഭാഗത്തിനെയും ഇന്നത്തെ ഘടകകക്ഷിയാണല്ലോ. കേരള കോൺഗ്രസ് ജോസ് കെ മാണി അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ CPI ആണ് ഇത്തിരി ഇടങ്കോലിട്ട് നിന്നത് ആദ്യം. അന്ന് കാനം ഉണ്ടായിരുന്നു. കാരണം അവരുടെ സ്ഥാനം പോകുമോ എന്നുള്ളത് കൊണ്ട്. സ്ഥാനമൊന്നും പോയില്ല, വന്നവർക്ക് വലിയ സ്ഥാനവും കൊടുത്തില്ല. അതാണ് CPM ചെയ്തത്. ജോസ് കെ മാണി വിചാരിച്ച് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നേരെ എടുത്തു വെച്ച് മറ്റേ സ്വർണ്ണത്തളികയിൽ ധനകാര്യ വകുപ്പ് അങ്ങ് കൊടുക്കുമെന്ന് വിചാരിച്ചു. അതിന് ജോസ് കെ മാണി പാലേന്ന് ജയിച്ചിട്ട് വേണ്ടേ. ജോസ് കെ മാണിയെ കാരണഭൂതൻ തോപ്പിച്ചു. എന്തുകൊണ്ട്? കാരണഭൂതൻ അറിയാം, ജയിച്ചു വന്നാൽ ബാർഗെയിൻ ചെയ്യും. എനിക്ക് ഇന്ന വകുപ്പ് വേണം. അതിന് ജയിച്ചു നിയമസഭയിലെത്തണ്ടേ, അവിടെ ഇട്ട് തടഞ്ഞു. അങ്ങനെ ജോസ് കെ മാണി പൊതുവെ അങ്ങനെ അതൃപ്തനായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഹാപ്പിയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലും, കാരണം ഒന്നാമത് ജോസ് കെ മാണി ഈ മന്ത്രിസ്ഥാനം കണ്ടാണ് വളർന്നത്. ജനിച്ച നാൾ മുതൽ വീടിൻ്റെ ഉമ്മറത്ത് കൊടിവെച്ച കാറ് കിടക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ആ കൊടിവെച്ച കാറ് കരിങ്ങോഴയ്ക്കൽ തറവാട്ടിൽ വരുന്നില്ല. അതുപോലെ പാർട്ടിയിലുള്ള ഒരാൾ മന്ത്രിയാണെങ്കിൽ റോഷി അഗസ്റ്റിൻ അതുവഴി പോകുമ്പോൾ കരിങ്ങോഴയ്ക്കൽ തറവാട്ടിൽ കൊടിവെച്ച കാറുമായിട്ടും കയറുന്നില്ല. അതൊക്കെ നമ്മുടെ ജോസ് കെ മാണിക്ക് വല്ലാതെ അരിശം പൂണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കി നമ്മുടെ UDF, കോൺഗ്രസും ലീഗും ഇവർ രണ്ടുപേരും കൂടെ വല വീശിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 26 ഭരണം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോൾ കൂടുതലായിട്ട് കൈവന്നിരിക്കുകയാണ് കോൺഗ്രസിനും ലീഗിനും. നിലമ്പൂരിലെ വിജയം. അപ്പോൾ നിലമ്പൂരിലെ വിജയത്തിലൂടെ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നുള്ള കാര്യം കേരളം മുഴുവനായിട്ടങ്ങ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മാസം 7 അതിനിടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാൽ എല്ലാം തകിടം മറിയും. അപ്പോൾ എന്തായാലും ഇങ്ങനെ പറഞ്ഞങ്ങനെ പ്രതിഫലിപ്പിച്ചിരിക്കുകയാണ് UDF അധികാരത്തിൽ വരുമെന്നുള്ളത്. അതുകൊണ്ട് ജോസ് കെ മാണി വിഭാഗത്തെ എങ്ങനെയെങ്കിലും ഇപ്പുറത്ത് കൊണ്ടുവരണം. ക്രൈസ്തവ വോട്ടുകളൊക്കെ തന്നെ കിട്ടും. ഇതാണ് കണക്കുകൂട്ടൽ. ക്രൈസ്തവ വോട്ടുകൾ പിടിക്കാൻ വേണ്ടിയാണ് കാരണഭൂതൻ അങ്ങോട്ടേക്ക് പിടിച്ചുകൊണ്ട് പോയത് 2021. കൊണ്ടുപോകുമ്പോൾ ഇതിന് മാന്യമായ സ്ഥാനം കൊടുക്കണ്ടേ? കേരള കോൺഗ്രസ് അല്ലേ? പണ്ട് KM മാണി പറഞ്ഞിട്ടുണ്ട്, കേരള കോൺഗ്രസ് എന്ന് പറയുന്ന സുന്ദരിയുടെ പിന്നാലെ പലരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആരാ പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഈ സുന്ദരിയെ കൊണ്ടുപോയപ്പോൾ മാന്യമായൊരിടമെങ്കിലും കൊടുക്കണ്ടേ? അപ്പോൾ അത് കിട്ടാത്തത് കൊണ്ടാണ് ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വരുമെന്നുള്ള ഒരു പറച്ചിൽ നിൽക്കുന്നത്. ലീഗ് അതിനുവേണ്ടി വളരെ വളരെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ലീഗിന് അധികാരത്തിൽ വരണം 2026. ജോസ് കെ മാണിയെ 15,000 വോട്ടിനാണ് മാണി C കാപ്പന് പാലയെ തോപ്പിച്ചത്. മാണി C കാപ്പൻ എന്തായാലും ഈ ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വന്നാൽ ഈ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറാകത്തില്ല. മാണി C കാപ്പൻ അത് കുത്തകയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് KM മാണിയുടെ മണ്ഡലമായിരുന്നല്ലോ. ജോസ് കെ മാണിക്ക് ഈ കോട്ടയം പ്രദേശം വിട്ടങ്ങോട്ട് പോകാനായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ ലീഗ് തിരുവമ്പാടി കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ലീഗ് ഇപ്പോൾ ത്യാഗം ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. കാരണം അധികാരത്തിൽ കയറണം.
അപ്പോൾ അതിന് പകരമായിട്ട് ചിലപ്പോൾ ആറാം മന്ത്രിയൊക്കെ ചോദിച്ചു കളയും. വി ഡി സതീശനാണ് മുഖ്യമന്ത്രിയെങ്കിൽ എല്ലാത്തിനെയും വെട്ടി നിരത്തുകയും ചെയ്യും. അപ്പോൾ ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന കോട്ടയം വിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ രാഷ്ട്രീയ ഗ്രാഫുകളിൽ ഇടിവുണ്ടാകുമെന്നാണ് ജോസ് കെ മാണി കണക്ക് കൂട്ടുന്നത്. നമ്മുടെ RSPയുടെ കാര്യം പറഞ്ഞ പോലെ ചവറ മുതൽ ചവറ വരെ എന്ന് പറഞ്ഞ പോലെ ഈ പാർട്ടിക്ക് ഇത്തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്, പരിമിതികളുണ്ട്. അതുകൊണ്ട് ജോസ് കെ മാണി അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറാകുമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ പാല കഴിഞ്ഞാൽ അതുപോലെ കേരള കോൺഗ്രസ്സുകാരുള്ള ഒരു തട്ടകം എന്ന് പറയുന്നത് കടുത്തുരുത്തിയാണ്. അത് പിന്നെ ജോസഫ് വിഭാഗത്തിലെ മോൻസ് ജോസഫ് വർഷങ്ങളായിട്ട് മത്സരിച്ച് ജയിച്ചുകൊണ്ടിരിക്കുന്ന ഇടമാണ്. അത് വിട്ടുകൊടുക്കുകയുമില്ല. അപ്പോൾ ജോസ് കെ മാണിയുടെ കാര്യത്തിൽ സേഫായിട്ടുള്ള ഒരിടം തീർച്ചപ്പെടുത്തുക എന്നുള്ള കൃത്യമാണ് നിർവഹിക്കാനുള്ളത്. അത് എത്രത്തോളം പൂർത്തീകരിക്കുന്നുവോ അതിനനുസരിച്ചിരിക്കും ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് ചാടുക. എന്തായാലും ഇങ്ങോട്ടേക്ക് വരണം. അത് മിക്കവാറും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴൊക്കെ ഒരു ചിത്രം വ്യക്തമാകും. ജോസ് കെ മാണിക്കും കൂട്ടർക്കും അറിയാൻ 2026 കാരണഭൂതൻ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ അവസരം മുതലെടുത്തുകൊണ്ട് അപ്പുറത്തേക്ക് പോവുക. ഭരണം എങ്ങോട്ടാണോ വരുന്നത്, എല്ലാ ഭരണത്തിലും കേരള കോൺഗ്രസ് ഉണ്ടാകുമല്ലോ. അതിനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അപ്പുറത്ത് പിളരുമോ എന്നും അറിയത്തില്ല കുറേ ഭാഗം. കാരണം റോഷി അഗസ്റ്റിൻ പിണറായിയുടെ ഗുഡ് ബുക്കിലുള്ളത് കൊണ്ട് വരാൻ കൂട്ടാക്കാതെ അവിടെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും പിളരുകയും ചെയ്യാം. അത് പിന്നെ കേരള കോൺഗ്രസ് അല്ല, അതൊരു പുത്തരിയല്ല, അതൊരു പുതുമയൊന്നുമുള്ള കാര്യമല്ല. പിളരണം, പിളർന്നില്ലെങ്കിലേ ഉള്ളൂ നമുക്ക് അതിശയം. അപ്പോൾ അങ്ങനെ കേരള കോൺഗ്രസ് ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന ഒന്നായി മാറും. അതിനിടയ്ക്ക് നമ്മുടെ PJ ജോസഫ് പറഞ്ഞിട്ടുണ്ട്, 84 വയസ്സിലെത്തിയ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുണ്ടാകത്തില്ല, മാറി നിൽക്കും. അനാരോഗ്യ പ്രശ്നമൊക്കെ അദ്ദേഹം നേരിടുന്നുണ്ട്. അതുകൊണ്ട് മകനെ ഇറക്കിയിട്ടുണ്ട്. മകനെ ഇറക്കിയതിൽ പലർക്കും അതൃപ്തിയുണ്ട്. ഇനി അതിൻ്റെ പേരിൽ പിളരുമോ എന്നും അറിയത്തുമില്ല. അദ്ദേഹം പറയുന്നുണ്ട് കേരള കോൺഗ്രസ് ഏകീകൃത കേരള കോൺഗ്രസ് ഉണ്ടാകണമെന്ന്. 1964 രൂപീകൃതമായ പാർട്ടിയല്ലേ, പിന്നീട് ഇങ്ങോട്ട് വളർന്ന് പൊക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കേരള കോൺഗ്രസിനെ ഇങ്ങനെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരണമെന്നും പറയുന്നുണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പതുക്കെ ജോസ് കെ മാണിയെ ആ പേരും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. പക്ഷേ ഒരു ഘടകകക്ഷി ഇങ്ങോട്ടേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ചെയ്തു തീർക്കേണ്ടതായ നിരവധി കൃത്യങ്ങളുണ്ട്. എത്ര സീറ്റ് കൊടുക്കും, ആർക്കെല്ലാം ഏതെല്ലാം സേഫായിട്ടുള്ള മണ്ഡലങ്ങളായിരിക്കും, ഇതെല്ലാം പരിശോധിക്കണം. ജയിച്ചു കഴിഞ്ഞാൽ 2026 അധികാരത്തിൽ വരുമെന്ന് പറയുന്നുണ്ട്. അധികാരത്തിൽ വരുമ്പോൾ കൊടുക്കുന്ന വകുപ്പ് ഏതായിരിക്കും? ജോസ് കെ മാണിയാണ്, നല്ല ബാർഗെയിനിങ് പവറുള്ള പാർട്ടിയാണ്. ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് തന്നെ പോയിരിക്കും. ചോദിക്കാൻ പോകുന്ന ഒരു പക്ഷേ ധനകാര്യം തന്നെ ആയിരിക്കും. 2021 UDFിലേക്ക് ആ പ്രതീക്ഷയൊക്കെ വെച്ചാണ് പോയത്. പാലക്കാർ വിട്ടില്ല, സ്വപ്നം ഒലിഞ്ഞു പോവുകയും ചെയ്തു. അപ്പോൾ ജോസ് കെ മാണിക്ക് വീണ്ടും ധനകാര്യ വകുപ്പ് കൊടുത്തു കഴിഞ്ഞാൽ, ഓഫർ ചെയ്താൽ, ജോസ് കെ മാണിയും കൂട്ടരും LDF വിട്ട് UDFിലേക്ക് വരാൻ തയ്യാറെടുക്കും. ഇനിയും UDFിൽ ചെന്ന് അതൃപ്തനായാലോ, അതിനും വഴിയുണ്ട്. 2026 UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ, ആ അധികാരമൊക്കെ ആസ്വദിച്ച് അങ്ങനെ അല്പം പോകാം. അത് കഴിഞ്ഞ് അതൃപ്തനാണെന്നുണ്ടെങ്കിൽ കേരളത്തിലൊരു 3ാം മുന്നണി ഉണ്ടല്ലോ, NDA മുന്നണി, അതിലേക്ക് നേരെ അങ്ങ് ചുവട് വയ്ക്കുകയും ചെയ്യും. അപ്പോൾ NDA മുന്നണി വിപുലപ്പെടുത്തുകയും